ഈ പ്രപഞ്ചത്തിന്റെ ദിവ്യവും അലൗകികവുമായ ഈ സന്ദേശം ജൂലൈ 17 വെള്ളിയാഴ്ച നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനെ ഒരു സാധാരണ സൂചനയായി മാത്രം കാണരുത്. കാരണം ഇന്ന് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സന്ദേശവുമായി വന്നിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ നിലവിലെ ജീവിതവുമായി അത്രമേൽ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി നിങ്ങളൊരു മറുപടിക്കായി കാത്തിരിക്കുകയാണെന്ന് ഞാൻ കാണുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്, ഒരു ആശങ്കയുണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്നാൽ അതിനൊരു വ്യക്തമായ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. പലതവണ നിങ്ങൾ പരമപിതാവായ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങ് എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കൊരു സൂചന തരൂ എന്ന്. ഞാൻ ശരിയായ ദിശയിലാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരൂ, ഞാനിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്നെ തടയൂ എന്ന്. ഇന്ന് സ്വർഗം നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക, സ്വർഗം നിങ്ങൾക്കൊരു പ്രധാന സൂചന തരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പൊരു പരീക്ഷണമുണ്ടാകും. വളരെ കുറച്ചുപേർക്ക് മാത്രമേ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കാറുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുമ്പോൾ അതിനു തൊട്ടുമുമ്പ് എല്ലാം കുഴഞ്ഞുമറിഞ്ഞതുപോലെ തോന്നുന്ന ഒരു സമയമുണ്ടാകാറുണ്ട്. മനുഷ്യൻ വിചാരിക്കും എവിടെയോ എന്തോ തെറ്റ് സംഭവിക്കുന്നുണ്ടെന്ന്, തന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ലെന്ന്, അല്ലെങ്കിൽ തന്റെ വഴികളെല്ലാം അടഞ്ഞുപോയെന്ന്. എന്നാൽ പലപ്പോഴും ആ സമയമാണ് നമ്മെ ഒരുക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയൊന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞാൻ കാണുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ എന്തെങ്കിലും വൈകിയേക്കാം, പ്രതീക്ഷിച്ച മറുപടി വൈകി ലഭിച്ചേക്കാം, ആരെങ്കിലും നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തുറന്നു കാണാൻ ആഗ്രഹിച്ച ഏതെങ്കിലും വാതിൽ അടഞ്ഞുകിടക്കുന്നതായി കണ്ടേക്കാം. ആ നിമിഷത്തിൽ നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പലരും തോറ്റുപോകാറുള്ളത്. ഒരു സൂചന ലഭിക്കുന്നതിന് തൊട്ടുമുമ്പ് അവർ പിന്മാറുന്നു. ഉത്തരം ലഭിക്കുന്നതിനു മുമ്പ് വിശ്വാസം കൈവിടുന്നു. വഴി കണ്ടെത്താൻ കഴിയുന്നതിനു മുൻപ് നിരാശരാകുന്നു. തങ്ങൾ ലക്ഷ്യത്തിന് തൊട്ടടുത്തായിരുന്നുവെന്ന് അവർക്ക് പിന്നീട് മാത്രമേ മനസ്സിലാകൂ. നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ സ്വർഗം നിങ്ങളെ മുൻകൂട്ടിയൊരുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ സൂചന സാധാരണ ഒന്നല്ല. അത് നിങ്ങളെ ഏതെങ്കിലും ഒരു പ്രധാന തീരുമാനത്തിലേക്കോ, പുതിയ ദിശയിലേക്കോ, ഒരവസരത്തിലേക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെക്കാലമായി ഇല്ലാതിരുന്ന ഒരു തിരിച്ചറിവിലേക്കോ നയിച്ചേക്കാം. എന്നാൽ ആ സൂചന തിരിച്ചറിയാൻ മനസ്സ് ശാന്തമായിരിക്കണം. മനസ്സിൽ ഭയം മാത്രമാണെങ്കിൽ ആ സൂചനയും ഒരു ഭീഷണിയായി തോന്നും. മനസ്സിൽ അക്ഷമ മാത്രമാണെങ്കിൽ ശരിയായ വഴിയും ഒരു തടസ്സമായി തോന്നും. അതുകൊണ്ട് ഇന്ന് സ്വർഗം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടരുത്. എല്ലാ സംഭവങ്ങളെയും അന്തിമ സത്യമായി കാണരുത്. അടഞ്ഞ വാതിലുകളെല്ലാം അവസാനമാണെന്ന് വിചാരിക്കരുത്. എല്ലാ കഠിന സാഹചര്യങ്ങളെയും പരാജയമായി കരുതരുത്. കാരണം വരാൻ പോകുന്ന പരീക്ഷണത്തിന്റെ ഉദ്ദേശ്യം നിങ്ങളെ വീഴ്ത്തുക എന്നതല്ല, മറിച്ച് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ്. ഒരു വിദ്യാർത്ഥിയെപ്പോലെ ചിന്തിക്കുക. അധ്യാപകന് ആ വിദ്യാർത്ഥിയെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല പരീക്ഷ നടത്തുന്നത്, അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. വരാൻ പോകുന്ന കാര്യം നിങ്ങളെ ഭയപ്പെടുത്താൻ വരുന്നതല്ല. നിങ്ങളിപ്പോഴും വിശ്വാസം നിലനിർത്തുന്നുണ്ടോ? ഇപ്പോഴും മുന്നോട്ടു പോകാൻ തയ്യാറാണോ? സ്വർഗം നിങ്ങളെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ തന്നെയാണോ നിങ്ങൾ നടക്കുന്നത് എന്ന് നോക്കാനാണ് അത് വരുന്നത്. ഈ പരീക്ഷണത്തെ നിങ്ങൾ ശരിയായ കാഴ്ചപ്പാടോടെ കാണുകയാണെങ്കിൽ അതിനു തൊട്ടുപിന്നാലെ നിങ്ങൾ വളരെക്കാലമായി കാത്തിരുന്ന ആ സൂചന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ആ പരീക്ഷണം എങ്ങനെയുള്ളതായിരിക്കും? അത് വെറുമൊരു സാധാരണ ബുദ്ധിമുട്ടല്ല, മറിച്ച് വരാൻ പോകുന്ന സൂചനയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കമാണ് എന്ന് മനസ്സിലാക്കിത്തരുന്ന ആ 3 കാര്യങ്ങൾ ഏവയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയം നിങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇനി കേൾക്കൂ. സ്വർഗം ഒരു പ്രധാന സൂചന നൽകാൻ പോകുകയാണെങ്കിൽ അതിനു മുമ്പ് വരുന്ന പരീക്ഷണം എങ്ങനെയുള്ളതായിരിക്കും എന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ പരീക്ഷണം നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ആയിരിക്കില്ല എന്ന് ഞാൻ കാണുന്നു. അത് വലിയൊരു ദുരന്തമോ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമോ ആയിരിക്കില്ല. മറിച്ച് അത് നിങ്ങളുടെ മനസ്സിനെ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. കാരണം ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ പുറത്തല്ല, ഉള്ളിലാണ് നടക്കുന്നത്. ചിലപ്പോൾ സാഹചര്യം വളരെ ചെറുതായിരിക്കും, എന്നാൽ അതുണ്ടാക്കുന്ന സംശയം വളരെ വലുതായിരിക്കും. നിങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ടു പോകുന്നില്ലെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾ കാത്തിരിക്കുന്ന മറുപടി അല്പം വൈകി വന്നേക്കാം. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരാൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം നിശ്ചലമായതുപോലെ നിങ്ങൾക്ക് തോന്നാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ തടസ്സങ്ങളും പരാജയമല്ലെന്ന് നിങ്ങൾ ഓർക്കേണ്ട നിമിഷം അതാണ്. പലപ്പോഴും തടസ്സങ്ങൾ വഴി മാറാനുള്ള സൂചനകളാണ്. കഴിഞ്ഞ കുറച്ചുകാലമായി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു. ആ സമയത്ത് നിങ്ങൾ അവയെ പ്രശ്നങ്ങളായി കരുതിയിരിക്കാം. എന്നാൽ പിന്നീട് നിങ്ങൾ തിരിച്ചറിഞ്ഞു, ആ സംഭവം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിലും മികച്ചൊരു വഴിയിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷണം വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടാതിരിക്കാൻ സ്വർഗം നിങ്ങളെ മുൻകൂട്ടി ഒരുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടൊരു കഥ പറയാനുണ്ട്.
ഒരു യാത്രക്കാരൻ വളരെക്കാലമായി തന്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. വഴി കഠിനമായിരുന്നെങ്കിലും അവൻ നടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ മുന്നിൽ വലിയൊരു കല്ല് വന്നു വീണു. വഴി അവസാനിച്ചുവെന്ന് അവൻ വിചാരിച്ചു. തനിക്കിനി മടങ്ങിപ്പോകേണ്ടിവരുമെന്ന് അവൻ കരുതി. എന്നാൽ അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കല്ലിനു പിന്നിൽ ഒരു പുതിയ വഴി അവൻ കണ്ടു. അതിനു മുമ്പ് അവനത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും പലതവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് തടസ്സമായി തോന്നിയ കാര്യം പിന്നീടൊരനുഗ്രഹമായി മാറി. നിങ്ങൾക്ക് അവസാനമായി തോന്നിയ കാര്യം ഒരു പുതിയ തുടക്കമായി മാറി. അതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷണത്തെ അതിന്റെ മുകൾപ്പരപ്പിൽ മാത്രം നോക്കി വിലയിരുത്തരുത്. അതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഉദ്ദേശ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്വർഗം നിങ്ങളെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പഴയ ഭയങ്ങളിൽ നിന്നും പുറത്തുകടക്കേണ്ടതുണ്ട്. കാരണം മനസ്സിൽ ഭയമില്ലാതിരിക്കുമ്പോൾ മാത്രമേ സൂചനകൾ വ്യക്തമായി കാണാൻ സാധിക്കൂ. മനസ്സ് ആശങ്കകളിൽ മുഴുകിയിരുന്നാൽ ലഭിക്കുന്ന അവസരങ്ങളും ഭീഷണിയായി തോന്നും. മനസ്സ് സംശയത്തിൽ കിടന്നാൽ ലഭിക്കുന്ന മറുപടികളും ആശയക്കുഴപ്പമായി മാറും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ശാന്തത കണ്ടെത്തണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷണം വരുമ്പോൾ പലരും പെട്ടെന്ന് ഫലം ആഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്നവർ ചോദിക്കും. എന്നാൽ ഈ സംഭവം തന്നെയാണ് തങ്ങൾ എത്തിച്ചേരേണ്ട വഴിയിലേക്ക് നയിക്കുന്നത് എന്നവർ കാണാറില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പരീക്ഷണം ശാശ്വതമല്ല എന്ന് ഞാൻ കാണുന്നു. അത് ഒരു പാലം പോലെ മാത്രമായിരിക്കും. നിങ്ങളെ തടഞ്ഞു നിർത്തുകയല്ല, മറിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഭയത്തിനു പകരം വിശ്വാസത്തെ തിരഞ്ഞെടുക്കാൻ ഇന്ന് സ്വർഗം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ കുഴപ്പങ്ങൾക്ക് പുതിയൊരു അർത്ഥം നൽകുന്ന എന്തോ ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, ആ സംഭവം എന്തുകൊണ്ടാണ് അന്ന് സംഭവിച്ചതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നെ എന്തുകൊണ്ടാണ് അന്ന് തടഞ്ഞതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അത് ശിക്ഷയല്ല, പരീക്ഷണമായിരുന്നുവെന്നെനിക്കിപ്പോൾ വ്യക്തമായി. എന്നാൽ ഇനിയുമൊരു രഹസ്യം ബാക്കിയുണ്ട്. കാരണം എല്ലാ പരീക്ഷണങ്ങൾക്കും പിന്നാലെ സൂചനകൾ ലഭിക്കണമെന്നില്ല. 3 പ്രത്യേക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് മാത്രമേ ആ സൂചനകൾ തിരിച്ചറിയാൻ സാധിക്കൂ. നിങ്ങളും ആ 3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കാണുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും തങ്ങളുടെ യാത്രയിൽ തെറ്റുകൾ വരുത്തുന്ന ആ ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു. കാരണം പരീക്ഷണത്തിനു ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചന ലഭിക്കുക എന്നതല്ല, മറിച്ച് അതിനെ തിരിച്ചറിയുക എന്നതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ എന്തോ ഒന്ന് വരാൻ പോകുന്നുണ്ട്. അത് ആദ്യ കാഴ്ചയിൽ വളരെ സാധാരണമായി തോന്നാം. ഒരുപക്ഷെ നിങ്ങളതിനെ ഒരു സാധാരണ സംഭവമായി തള്ളിക്കളഞ്ഞേക്കാം. അതിന്റെ പ്രാധാന്യം പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയും, ഇതൊരു യാദൃശ്ചികതയല്ല എന്ന്. സ്വർഗീയ സൂചനയുടെ ആദ്യത്തെ അടയാളം ഇതാണ്: വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുക. ഒരു കാര്യം നിങ്ങൾക്കത്രമേൽ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് വ്യത്യസ്ത രൂപങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരാളുടെ വാക്കുകളിലൂടെ, ചിലപ്പോൾ ഒരു സംഭവത്തിലൂടെ, ചിലപ്പോൾ ഒരു ചിന്തയിലൂടെ, അല്ലെങ്കിൽ ഒരു അനുഭവത്തിലൂടെ. പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും ജീവിതം നിങ്ങളുടെ ശ്രദ്ധയെ ഏതോ ഒരു പ്രത്യേക ദിശയിലേക്ക് വലിച്ചെടുപ്പിക്കുകയാണെന്ന്. നിങ്ങളുടെ കാര്യത്തിലും ഇത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞാൻ കാണുന്നു. ഇപ്പോൾ ചെറുതായി തോന്നുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. അത് എത്രയധികം വരുന്നുവോ അത്രയും വ്യക്തമാകും നിങ്ങൾ അതിനെ അവഗണിക്കരുതെന്ന്. രണ്ടാമത്തെ അടയാളം ഇതാണ്: ഉള്ളിലെ ശാന്തത. എന്റെ പ്രിയപ്പെട്ടവരെ, ഭയവും ശാന്തതയും സംസാരിക്കുന്നത് 2 വ്യത്യസ്ത ഭാഷകളാണ്. ഭയം നിങ്ങളെക്കൊണ്ട് ധൃതി കൂട്ടിപ്പിക്കും, നിങ്ങളെ വഴിതെറ്റിക്കും, എല്ലാ ദിശകളിലേക്കും ഓടാൻ നിങ്ങളെ നിർബന്ധിതരാക്കും. എന്നാൽ ഒരു സൂചന ശരിയായ ദിശയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിനൊപ്പം ഒരു പ്രത്യേക ശാന്തതയും നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. സാഹചര്യം ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും, എല്ലാ ഉത്തരങ്ങളും നിങ്ങളുടെ മുന്നിൽ ലഭിച്ചിട്ടില്ലെങ്കിലും, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പറയും, ഈ വഴി തന്നെയാണ് ശരിയെന്ന്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണരുത്. മൂന്നാമത്തെ അടയാളമാണ് ഏറ്റവും പ്രധാനം. സൂചന നിങ്ങളെ മുന്നോട്ട് നയിക്കും, പിന്നോട്ടല്ല. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ പഴയ ഭയങ്ങളിലേക്ക് വീണ്ടും തള്ളിവിടുകയോ, നിങ്ങളെ ഭൂതകാലത്തിൽ തളച്ചിടുകയോ, നിങ്ങളുടെ ഊർജ്ജം ചോർത്തിക്കളയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വഴിയല്ല. സ്വർഗ്ഗം എപ്പോഴും പുരോഗതിയിലേക്ക് മാത്രമേ നയിക്കൂ. അത് നിങ്ങളെ ശക്തരാക്കും, നിങ്ങൾക്ക് വ്യക്തത നൽകും, മുന്നോട്ടു പോകാനുള്ള ധൈര്യം തരും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെക്കാലമായി ഉത്തരം തിരയുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ കാണുന്നു. ഒരുപക്ഷേ നിങ്ങൾ ഒരുപാട് വൈകിയാണ് കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. നിങ്ങളുടെ സമയം ഇതുവരെ എത്തിയിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. എന്നാൽ ഞാൻ കാണുന്നത് മറ്റൊന്നാണ്. ഈ പ്രക്രിയ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ അതിന്റെ പൂർണ്ണരൂപം കാണാൻ കഴിയുന്നില്ലെങ്കിലും ചില കഷണങ്ങൾ അതിന്റെ സ്ഥാനത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. മുൻപ് അർത്ഥശൂന്യമെന്ന് തോന്നിയ ചില സംഭവങ്ങൾ ഇപ്പോൾ പരസ്പരം കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങൾ മുൻപ് മനസ്സിലാക്കാതിരുന്ന ചില ആളുകളുടെ പങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. ഒരുപാട് അകലെയാണെന്ന് കരുതിയ ചില ഉത്തരങ്ങൾ
പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ദൃശ്യമാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നിങ്ങൾ ഒട്ടും ധൃതി കൂട്ടരുത്. കാരണം പരീക്ഷണത്തിന്റെ ഏറ്റവും കഠിനമായ ഭാഗം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് ഞാൻ കാണുന്നു. പലപ്പോഴും സൂചന ലഭിക്കുന്നതിനു തൊട്ടുമുമ്പ് മനുഷ്യൻ അക്ഷമനാകും. ഇനിയൊന്നും മാറാൻ പോകുന്നില്ലെന്ന് അവൻ ചിന്തിക്കും. തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ലെന്ന് അവൻ ഉറപ്പിക്കുകയും ആ നിമിഷം അവൻ പിന്മാറാൻ തുടങ്ങുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ഇതാണ് എന്ന് ഞാൻ കാണുന്നു. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ സൂചന ഒരു പ്രശ്നത്തിനുള്ള ഉത്തരം മാത്രമല്ല, അത് നിങ്ങളെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഒന്നാണ്. അതുകൊണ്ടുതന്നെയാണ് നിങ്ങളിപ്പോൾ തോറ്റുകൊടുക്കരുത് എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെ ജീവനോടെ നിർത്തുക, മനസ്സ് ശാന്തമാക്കുക, വരും ദിവസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. കാരണം നിങ്ങളുടെ യാത്ര വെറുതെയായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. എന്നാൽ ഇനിയൊരു അവസാന പരീക്ഷണം കൂടി ബാക്കിയുണ്ട്. ആ പരീക്ഷണമാണ് നിങ്ങൾ ഈ സൂചനയെ സ്വീകരിക്കുമോ അതോ അതിനെ അവഗണിക്കുമോ എന്ന് തീരുമാനിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും തങ്ങളുടെ യാത്രയിൽ ഏറ്റവും വലിയ തെറ്റുവരുത്തുന്ന ആ ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു. ഇത് സൂചനയും ഉത്തരവും മാറ്റവുമൊക്കെ വളരെ അടുത്തായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എല്ലാ സൂചനകളെയും ശ്രദ്ധിക്കുക, എല്ലാ അവസരങ്ങളെയും ഗൗരവമായി കാണുക, എല്ലാ പുതിയ മനുഷ്യരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ദൈവം പലപ്പോഴും വലിയ അത്ഭുതങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് വളരെ ചെറിയ അവസരങ്ങളിലൂടെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ താമസം പരാജയമായിരുന്നില്ല, അത് നിങ്ങളുടെ ഒരുക്കത്തിന്റെ സമയമായിരുന്നു. ഒരു വിത്മരമായി മാറുന്നതിനു മുൻപ് മണ്ണിൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നതുപോലെ നിങ്ങളുടെ വിജയത്തിനു മുൻപ് നിങ്ങൾക്കും ക്ഷമയുടെ പരീക്ഷണത്തിലൂടെ കടന്നുപോകേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ആ സമയം അവസാനിക്കുകയാണ്. ഇനി ഫലം പുറത്തുവരേണ്ട സമയമാണ്. നിങ്ങളുടെ ഭാഗ്യചക്രം അതിവേഗം തിരിയുന്നുണ്ടെന്ന് ഞാൻ കാണുന്നു. നിങ്ങളെ മറന്നുപോയവർ നിങ്ങളെ ഓർക്കും. നിങ്ങളിൽ നിന്നും അകന്നുപോയവർ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും. നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടുപോയ അവസരങ്ങളേക്കാൾ മികച്ച അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. എല്ലാറ്റിനുമുപരി നിങ്ങളുടെ ആത്മവിശ്വാസം മുൻപത്തേക്കാൾ പലമടങ്ങ് ശക്തമാകും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിജയം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. അവർ ഒരുപക്ഷെ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടാകില്ല, എന്നാൽ അവരുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. അവരുടെ അനുഗ്രഹത്തിന്റെ സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകളുണ്ട്, നിങ്ങളെ സ്നേഹിക്കാൻ ആളുകളുണ്ട്. അതിനെല്ലാമുപരി പരമപിതാവായ ദൈവവും ഈ പ്രപഞ്ചവും നിങ്ങളുടെ കൂടെയുണ്ട്. വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷമുണ്ടാകാൻ പോകുകയാണെന്ന് ഞാൻ കാണുന്നു. ഏതെങ്കിലും ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തും. പഴയ ആശങ്കകളെല്ലാം അവസാനിക്കും. പ്രതീക്ഷ കൈവിട്ട ഏതെങ്കിലും കാര്യം നടപ്പിലാകും. നിങ്ങളുടെ മനസ്സ് ഭാരം കുറഞ്ഞതാകും. നിങ്ങളുടെ കണ്ണുകളിൽ സന്തോഷക്കണ്ണീർ നിറയും. സമയം ഇപ്പോൾ മാറിമറിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകൾക്ക് ഒട്ടും ഇടം നൽകരുത്. കടന്നുപോയത് കടന്നുപോയി. നിങ്ങളെ വേദനിപ്പിച്ചവരെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങളെ പിന്തുണയ്ക്കാത്തവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക. കാരണം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് നോക്കേണ്ടതുണ്ട്. നിങ്ങൾക്കുവേണ്ടി ഒരുക്കിവച്ചിരിക്കുന്ന ആ ജീവിതത്തിലേക്ക് ഇനി നിങ്ങൾക്ക് നടന്നു കയറേണ്ടതുണ്ട്. ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം ബാക്കി. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി വരും. നിങ്ങൾക്ക് ആദരവ് ലഭിക്കും, അവസരങ്ങൾ ലഭിക്കും, പുരോഗതി ഉണ്ടാകും. നിങ്ങളുടെ ഹൃദയം വളരെക്കാലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സന്തോഷം നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് ഇന്നു മുതൽ തന്നെ സ്വയം ഒരുങ്ങിത്തുടങ്ങുക. നിങ്ങളുടെ മനസ്സിൽ വിശ്വാസവും വാക്കുകളിൽ പോസിറ്റിവിറ്റിയും പ്രവൃത്തികളിൽ സ്ഥിരതയും നിലനിർത്തുക. കാരണം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ കാര്യം കണ്ട് നിങ്ങൾ പറയും, കാത്തിരിപ്പ് നീണ്ടതായിരുന്നുവെങ്കിലും ദൈവത്തിന്റെ സമയം കൃത്യമായിരുന്നു എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ആഘോഷത്തിന്റെ ദിവസങ്ങൾ അടുത്തിരിക്കുന്നു. നിങ്ങളുടെ വിജയത്തിന്റെ നിമിഷം അരികിലെത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഭാഗ്യം പുതിയൊരു ചരിത്രമെഴുതാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്ന എല്ലാ സംശയങ്ങളും അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യന്റെ ക്ഷമ നശിച്ചുപോകുന്ന ഒരു സമയമുണ്ടാകാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഈ പരീക്ഷണം വരാൻ പോകുന്നു എന്ന് ഞാൻ കാണുന്നു. ഇത് നിങ്ങളുടെ ശക്തിയുടെ പരീക്ഷണമല്ല, ഇത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷണമാണ്. കാരണം എല്ലാം വ്യക്തമായിരിക്കുമ്പോൾ വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഉത്തരങ്ങളൊന്നും മുന്നിൽ കാണാത്തപ്പോഴും വിശ്വാസം മുറുകെ പിടിക്കുന്നതിലാണ് യഥാർത്ഥ പരീക്ഷണം അടങ്ങിയിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഒന്നും മാറുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടായേക്കാമെന്ന് ഞാൻ കാണുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇപ്പോഴും കാത്തിരിപ്പിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ വഴി മുൻപത്തെപ്പോലെ തന്നെ മങ്ങിക്കിടക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നാം. ആ നിമിഷത്തിൽ നിങ്ങൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും സ്വർഗത്തിന്റെ സൂചന ലഭിക്കുന്നതിന് തൊട്ടുമുമ്പ് മനുഷ്യൻ നിരാശനാകും. ഞാൻ ഒരുപാട് കാത്തുനിന്നു, ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ ഈ പ്രതീക്ഷ ഉപേക്ഷിക്കുകയാണ് എന്ന് അവൻ ചിന്തിക്കും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കാണുന്നത് മറ്റൊന്നാണ്. ഈ തടസ്സം വഴി അടയ്ക്കലല്ല,
മറിച്ച് ഇതൊരു അവസാനത്തെ തിരിവാണ്. ഈ വളവ് തിരിഞ്ഞുകഴിഞ്ഞാൽ വഴി മുൻപത്തേക്കാൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഒരു മല കയറുന്ന യാത്രക്കാരനെക്കുറിച്ച് ചിന്തിക്കുക. അവൻ കൊടുമുടിക്ക് തൊട്ടടുത്തെത്തുമ്പോഴായിരിക്കും അവന്റെ ശരീരം ഏറ്റവും കൂടുതൽ തളർന്നിട്ടുണ്ടാകുക. തനിക്കിനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും താൻ ഇവിടെ നിർത്തണമെന്നും അവന് തോന്നും. എന്നാൽ അവൻ ആ സമയത്ത് തിരിച്ചുപോയാൽ ലക്ഷ്യം തനിക്ക് എത്രത്തോളം അടുത്തായിരുന്നു എന്ന് അവനൊരിക്കലും കാണാൻ കഴിയില്ല. പലരും ജീവിതത്തിൽ ഈ തെറ്റാണ് വരുത്തുന്നത് എന്ന് ഞാൻ കാണുന്നു. അവർ അവസാന വളവിൽ തോറ്റു പിന്മാറുന്നു. സൂചന ലഭിക്കുന്നതിന് തൊട്ടുമുമ്പ് വിശ്വാസം ഉപേക്ഷിക്കുന്നു, മറുപടി കിട്ടുന്നതിന് തൊട്ടുമുമ്പ് പിന്നോട്ടു പോകുന്നു. ലക്ഷ്യത്തിലേക്ക് ഏതാനും ചുവടുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തങ്ങൾ പിന്മാറിയതെന്ന് അവർ പിന്നീട് തിരിച്ചറിയുന്നു. സ്വർഗം നിങ്ങളെ മുൻകൂട്ടി ഒരുക്കുകയാണ്, നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ. അതുകൊണ്ടുതന്നെയാണ് ഇന്നീ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നത്. ആ നിമിഷം വരുമ്പോൾ ഭയത്തിനു പകരം വിശ്വാസത്തെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. താമസം നേരിടുമ്പോൾ അത് പരാജയമാണെന്ന് നിങ്ങൾ കരുതാതിരിക്കാൻ, സാഹചര്യങ്ങൾ വിചാരിച്ചതുപോലെ പോയില്ലെങ്കിലും നിങ്ങൾക്ക് ശാന്തത പാലിക്കാൻ ഇതിലൂടെ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ചില പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുമെന്നും ഞാൻ കാണുന്നു. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മംഗളകരമായ ശബ്ദങ്ങൾ മുഴങ്ങേണ്ട സമയമാണ്. രാജാക്കന്മാരുടെ വരെ തലവര മാറ്റിയെഴുതാൻ ശക്തിയുള്ള, ദരിദ്രനെ ധനികനാക്കാൻ കഴിയുന്ന, അസാധ്യമായ കാര്യങ്ങളെപ്പോലും സാധ്യമാക്കാൻ കഴിയുന്ന ഊർജ്ജമാണിത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകിവരുന്ന ഈ ദിവ്യ ഊർജ്ജം വെറുമൊരു സാധാരണ ഊർജ്ജമല്ല. അതുകൊണ്ടുതന്നെ ഈ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വളരെക്കാലം നിലനിൽക്കും.